എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വോട്ട് അസാധുവാക്കാൻ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനാലാണ് UDF വോട്ട് അസാധുവാക്കുന്നത്. LDF BJP സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ ഡിവിഷനിലുള്ളത്. കടമക്കുടിയിലെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കോൺഗ്രസ് വിലയിരുത്തി. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷുക്കൂർ, മറ്റ് ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണോ വോട്ട് അസാധുവാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്? നൗഫൽ, കടമക്കുടിയിൽ നിലവിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ല. LDF-നും അതുപോലെ തന്നെ BJP-ക്ക് മാത്രമാണ് സ്ഥാനാർത്ഥിയുള്ളത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന LC ജോർജ് നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ ഒരാളുടെ പിന്തുണ, അതായത് ആ ഡിവിഷനിൽ ഇല്ലാത്ത ഒരാളുടെ പിന്തുണച്ചു എന്നുള്ളതാണ് അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ കാരണമായത്. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇവരുടെ ഹർജി അംഗീകരിക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് കോടതിയുടെ ഉത്തരവ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ല. അങ്ങനെയെങ്കിൽ UDF-ന് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ, നിരവധി വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ അവർ എന്ത് ചെയ്യണം എന്നൊരു ചർച്ച UDF-നകത്ത് വളരെ സജീവമായുണ്ട്. ഇന്നലെ നടന്ന കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉയർന്നു വന്നത് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മാത്രം അവരുടെ വോട്ട് അസാധുവാക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു ആശയവിനിമയം താഴെത്തട്ടിലേക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ LC ജോർജിൻ്റെ നടപടി പാർട്ടിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്നൊരു വിലയിരുത്തൽ DCC നേതാക്കൾക്കിടയിലുണ്ട്. പ്രധാനമായി ഈ LC ജോർജ് നേരത്തെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2 തവണ അംഗമായിരുന്നു. ഒരു തവണ അവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അവർ ഈ നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്ന ചുമതല താൻ തനിച്ച് ചെയ്തോളാമെന്ന് പറയുകയും ഡമ്മി സ്ഥാനാർത്ഥി വേണ്ട എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തു. ഇതാണ് ഇത്രയും വലിയ അപകടമുണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് വലിയ നോട്ടപ്പിശകുണ്ടായതായും ഒരു വിമർശനം പാർട്ടി നേതാക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. കടമക്കുടിയിൽ വോട്ട് അസാധുവാക്കാനാണ് UDF-ന്റെ തീരുമാനം. വിവരങ്ങളാണ് MK ഷുക്കൂർ നൽകിയത്.